ഡിയർ സ്റ്റുഡൻസ് നമസ്തേ. ഇന്ന് നമ്മൾ രശ്മി പബ്ലിഷേഴ്സിന്റെ 3rd സ്റ്റാൻഡേർഡ് ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഹാഫ് ഇയർലി എക്സാമിനുള്ള പാഠഭാഗങ്ങളായ ധർത്തി, ജഡ് ഔർ ഫൂൽ, ഹരേ ബരേ പേഡ്, ഹമാരാ സുന്ദർ ജംഗൽ, ജന്മദിൻ കാ ജാദു, ഹിമാലയി, ഇത്രയും ചാപ്റ്റേഴ്സിന്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ പാഠഭാഗങ്ങളിലെ റൈറ്റിംഗ്, സ്പീക്കിംഗ് എക്സർസൈസിന്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററായ ധർത്തി എന്നുള്ള പാഠഭാഗത്ത് സ്പീക്കിംഗ് എക്സർസൈസിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ധർത്തി പർ ക്യാ ഉഗായ ഗയേ ഹൈ, ഭൂമിയിൽ വളരുന്നത് എന്താണ്? ആൻസർ പേഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ധർത്തിനെ ക്യാ ദേക്കർ പ്രസന്ന കിയ, ഭൂമി എന്ത് കണ്ടിട്ട് സന്തോഷിച്ചു? ആൻസർ ഫൂൽ, ഫ്ലവേഴ്സ്. നെക്സ്റ്റ് റൈറ്റിംഗ് സ്കില്ല് ഭാഗത്ത് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ധർത്തിനെ ഹമേ കോൻ കോൻ സി ചീസേം ദീ ഹേ, ഭൂമി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നൽകുന്നു? ആൻസർ പേഡ്, മരം, അന്ന്, ഭക്ഷണം, ഫൂൽ, പൂക്കൾ, ഔർ ഫൽ, പഴങ്ങൾ, ആദി ദിയാ ഹേ എന്നിവയെല്ലാം തരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധർത്തി പർ യാത്ര കർനെ കെ കോൻ സേ സാധൻ ഹേ, ഭൂമിയിൽ സഞ്ചരിക്കാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുന്നത്? ആൻസർ കാർ, ബൈൽഗാഡി, ഔർ മോട്ടർ. കാർ, ബൈൽഗാഡി എന്ന് പറഞ്ഞാൽ കാളവണ്ടി എന്നാണ് കേട്ടോ, മോട്ടർ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ധർത്തി പർ ഹം കൈസേ ബഡ്തേ ഹൈ, ഭൂമിയിൽ നമ്മൾ എങ്ങനെ വളരുന്നു? ആൻസർ ഹം ഏക് ഏക് കദം ആകെ ബഡ്തേ ഹൈ, നമ്മൾ ഓരോ സ്റ്റെപ്പും പടിപടിയായിട്ട് വളരുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ജഡ് ഔർ ഫൂൽ. ജഡ് ഔർ ഫൂൽ എന്നുള്ള ചാപ്റ്റേഴ്സിലെ സ്പീക്കിംഗ് സ്കില്ല് ഭാഗത്ത് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, ഫൂലോം സെ കോൻസാ പേഡ് ലതാ ഹുവ, പൂക്കളാൽ നിറഞ്ഞ വൃക്ഷം ഏതായിരുന്നു? ആൻസർ ഗുൽമോഹർ കാ പേഡ്, ഗുൽമോഹർ മരം. സെക്കൻഡ് ക്വസ്റ്റ്യന്, ഫൂലിനെ കിസ്കി ഹസി ഉടായി, പൂവ് കളിയാക്കിയത് ആരെയാണ്? ആൻസർ ജഡ് കി, ജഡ് എന്ന് പറഞ്ഞാൽ വേര്. തേർഡ് ക്വസ്റ്റ്യൻ, ടണ്ട് കെ ബാദ് കോൻസി ഋതു ആയി, ശൈത്യകാലത്തിന് ശേഷം ഏത് കാലമാണ് വന്നത്? ഏത് സീസൺ ആണ് വന്നത്? ആൻസർ വസന്ത ഋതു, വസന്തകാലം. നെക്സ്റ്റ് റൈറ്റിംഗ് സ്കില്ലിന്റെ ഭാഗത്ത് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗുൽമോഹർ കെ ഫൂലിനെ ജഡ് കി ഹസി ക്യോം ഉടായി, ഗുൽമോഹറിന്റെ പൂവ് വേരിനെ കളിയാക്കിയത് എന്തുകൊണ്ടായിരുന്നു? ആൻസർ വഹ് ദേഖ്നേമേം അച്ചി നഹീം ദി, വഹ് എന്ന് പറഞ്ഞാല് ജഡാണ് കേട്ടോ, ജഡ് ദേഖ്നേമേം അച്ചി നഹീം ദി, വേര് കാണാന് സുന്ദരി ആയിരുന്നില്ല, വേരിനെ കാണാൻ ഭംഗി ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൗസം ബദൽനെ കെ ബാദ് പേട് പർ ക്യാ ബദലാവ് ആയ, കാലാവസ്ഥ മാറിയതിനു ശേഷം മരത്തിൽ വന്ന മാറ്റങ്ങൾ എന്തായിരുന്നു? ആൻസർ നയേ പത്തേ കലിയാം ഔർ ലാൽ ഫൂൽ ഖിൽ ഗയേ, നയേ പത്തേ എന്ന് പറഞ്ഞാൽ പുതിയ ഇലകൾ, കലിയാം പൂമൊട്ടുകൾ, ലാൽ ഫൂൽ എന്ന് പറഞ്ഞാൽ റെഡ് കളർ പൂക്കൾ, ഖിൽ ഗയേ വിരിഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ജഡ് ഔർ ഫൂൽ കഹാനി സെ ആപ്പിനെ ക്യാ സീഖ, ജഡ് ഔർ ഫൂൽ എന്ന കഥയിൽ നിന്ന് നിങ്ങൾ എന്തു പഠിച്ചു? ആൻസർ സബി കാ അപ്ന മഹത്വ ഹേ, എല്ലാവർക്കും തങ്ങളുടേതായ മഹത്വമുണ്ട്. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ ഹമാരാ സുന്ദർ ജംഗൽ. അതിലെ സ്പീക്കിംഗ് സ്കില്ലിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിടിയാനെ ജംഗൽ കോ കൈസാ ബത്തായ, ചിടിയ കാടിനെ എങ്ങനെയാണ് വിവരിച്ചത്? ആൻസർ സുന്ദർ ബത്തായ, ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജംഗൽ മേ കിസ്കാ ടേർ ലഗാത, കാട്ടിലെ എന്തിന്റെ കൂമ്പാരമായിരുന്നു? ആൻസർ കൂടേക്കാ ടേർ, വേസ്റ്റിന്റെ കൂമ്പാരം. ടേർ എന്ന് പറഞ്ഞാൽ കൂമ്പാരം, കൂടെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, ഹാത്തിനെ കൂടാ കിസ്സെ ഹട്ടായ, ഹാത്തി എങ്ങനെയാണ് വേസ്റ്റ് ശേഖരിച്ചത്? ആൻസർ സൂണ്ട് സേ, തന്റെ തുമ്പിക്കൈ കൊണ്ട്. നെക്സ്റ്റ് റൈറ്റിംഗ് സ്കില്ലിലെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സബി ജാൻവർ ഖുഷിയാ ക്യോ മനാനെ ലഗ, എല്ലാ മൃഗങ്ങളും സന്തോഷിക്കാൻ തുടങ്ങി എന്തുകൊണ്ട്? ആൻസർ ജംഗൽ കെ സഫായി ദേഖ് കർ ഖുഷിയാ മനാനെ ലഗ, കാടിന്റെ വൃത്തി കണ്ടിട്ട് സബി ജാൻവർ ഖുഷിയാ മനാനെ ലഗ, എല്ലാ മൃഗങ്ങളും സന്തോഷിക്കാൻ തുടങ്ങി. നെക്സ്റ്റ്, ഖർഗോഷിനെ സഫായി കർണേമേ കൈസേ മദദ് കി, ഖർഗോഷ് എന്ന് പറഞ്ഞാൽ മുയല്, മുയല് വൃത്തിയാക്കാൻ വേണ്ടി എങ്ങനെയാണ് സഹായിച്ചത്? ആൻസർ ടുഗഡെ ഇഗട്ടെ കർക്കെ മദദ് കി, കഷ്ണങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് സഹായിച്ചു. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സഫായി കാ ഹമാരെ സ്വാസ്ഥ്യ പർ ക്യാ അസർ പഡ്താ ഹൈ, ശുചിത്വം നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ആൻസർ സഫായി രഖ്നെ സേ ഹം സ്വസ്ഥ രഹത്തെ ഹൈ, ശുചിത്വം പാലിക്കുന്നത് കൊണ്ട് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ ജന്മദിൻ കാ ജാദു. അതിലെ സ്പീക്കിംഗ് സ്കില്ലിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, ഉദയൻ കാ ജന്മദിൻ കിസ് ദിൻ ദ, ഉദയന്റെ ബർത്ത്ഡേ ഏത് ദിവസമായിരുന്നു? ആൻസർ രവിവാർ, സൺഡേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചാച്ചുവിനെ സബുക്കോ കൈസെ ഹസായ,
ചാച്ചു പറഞ്ഞ അങ്കിള് എല്ലാവരെയും എങ്ങനെയാണ് ചിരിപ്പിച്ചത്? ചുടുക്കുലെ സുനാക്കർ, തമാശകൾ കേൾപ്പിച്ചിട്ട്. ചുടുക്കുലെ എന്ന് പറഞ്ഞാൽ തമാശകൾ, സുനാക്കർ കേൾപ്പിച്ചിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉദയന്റെ ഉപഹാർ കപ്പ് ഗോലെ. ഉദയന് സമ്മാനങ്ങൾ തുറന്നത് എപ്പോഴാണ്? ആൻസർ രാത്മേം, രാത്രിയിൽ. നെക്സ്റ്റ് റൈറ്റിംഗ് സ്കില്ലിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാമിനെ ഗർക്കോ കിസ് പ്രകാർ സച്ചായ. മാമു വീടിനെ ഡെക്കറേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ആൻസർ രംഗ് ബിരംഗെ ഗുബാരോം സെ ഗർ സച്ചായ. കളർഫുൾ ആയിട്ടുള്ള ബലൂണുകൾ കൊണ്ട് വീടിനെ അലങ്കരിച്ചു. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ധൈലി ബഡാവോ ഗേൽ കിസ് കിസ്നെ ഗേല. ധൈലി ബഡാവോ എന്ന് പറഞ്ഞൊരു ഗെയിമിന്റെ പേരാണ് കേട്ടോ. ആ ഗെയിം കളിച്ചത് ആരൊക്കെയായിരുന്നു? ആൻസർ ഉദയൻ കെ ദോസ്ത്, മമ്മി, പാപ്പ, ചാച്ചു, ചാച്ചി, ഗേലെ. ഉദയന്റെ സുഹൃത്തുക്കളും മമ്മിയും പപ്പയും അങ്കിളും ആന്റിയും കളിച്ചു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഉദയൻ കോ ക്യാ സമജ്മേം ആയ. ഉദയന് മനസ്സിലായത് എന്താണ്? ആൻസർ സബ്സെ ബഡാ ഉപഹാർ പ്യാർ ഔർ ദോസ്ത് ഹെ. ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നത് സ്നേഹവും സുഹൃത്തുക്കളുമാണ്. നെക്സ്റ്റ് ചാപ്റ്റർ 5, ഹിമാലയ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിമാലയ് കിസ്കി തപോഭൂമി ഹെ. ഹിമാലയ് ആരുടെ തപോഭൂമിയാണ്? ആൻസർ ഋഷിയോം കി, മുനിമാരുടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹിമാലയ കോ കിസ്കാ മുകുട് കഹാ ഗയാ ഹെ. ഹിമാലയത്തെ ആരുടെ ക്രൗൺ, മുകുട് എന്ന് പറഞ്ഞാൽ കിരീടമാണെന്ന് പറയുന്നു? ആൻസർ ഭാരത് കാ, ഭാരത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ. തേർഡ് ക്വസ്റ്റ്യൻ, കവിത കെ അനുസാർ ദേവത കഹാം ബസ്തേ ഹെ. കവിത അനുസരിച്ച് ദേവതകൾ എവിടെയാണ് താമസിക്കുന്നത്? ആൻസർ ഹിമാലയ മേം. നെക്സ്റ്റ് റൈറ്റിംഗ് സ്കിൽ ക്വസ്റ്റ്യൻസ്, ഹിമാലയക്ക് ബാരമേ ക്യാ ബതായ ഗയാ ഹെ. ഹിമാലയത്തെ കുറിച്ച് എന്ത് പറയുന്നു? ആൻസർ ഹിമാലയ ഊഞ്ചാ ഹെ. ഹിമാലയ ഉയരം കൂടിയതാണ്. ദർപ്പൺ കെ സമാൻ നിർമ്മൽ ഹെ. കണ്ണാടി പോലെ നിർമ്മലമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അമൃത് കെ സമാൻ ജൽ കിസ്മേം ഹെ. അമൃതം പോലുള്ള വെള്ളം എവിടെയാണ്? ആൻസർ അമൃത് കെ സമാൻ ജൽ ഹിമാലയമേം ഹെ. ഹിമാലയത്തിലാണ്. നെക്സ്റ്റ്, ഭാരത് കാ രക്ഷക് കോൻ ഹെ. ഭാരതത്തിന്റെ രക്ഷകൻ ആരാണ്? പ്രൊട്ടക്ടർ ആരാണ്? ആൻസർ ഭാരത് കാ രക്ഷക് ഹിമാലയ ഹെ. ഹിമാലയമാണ്. അപ്പൊ ഇത്രയും നമ്മളിപ്പോൾ ഫസ്റ്റ് മുതൽ 5 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തു. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.